CPM-കാരുടെ ഭാര്യമാർക്ക് ജോലി കിട്ടുന്നുണ്ട്, അവർക്ക് ആവശ്യമായ ശമ്പളം കിട്ടുന്നുണ്ട്, അവർക്ക് ആവശ്യമായ എല്ലാ സംവിധാനവും കൊടുക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പഠിച്ചവർക്ക് ജോലിയില്ല, എന്നിട്ടോ CPM സ്ഥാനാർത്ഥിമാരെ നിർത്തുക. ആരെയാ സ്ഥാനാർത്ഥികൾ നിർത്തുന്നത്? ഈ ഇലക്ഷനിൽ ആരെയാ സ്ഥാനാർത്ഥി നിർത്തുന്നത്? ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ തലശ്ശേരിയാണ്. തലശ്ശേരി നിയോജക മണ്ഡലത്തിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വ്യക്തിയുടെ പേര് കാരായി രാജൻ എന്നാണ്. കാരായി രാജനെ കുറിച്ച് കേസ് ഫയലുകൾ പഠിച്ചാൽ CBI-യുടെ കേസ് ഫയലിൽ കാരായി രാജന്റെ പേരുണ്ട്. എന്താണ് കാരായി രാജന്റെ പേര്? ഫസൽ എന്ന് പറയുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരനെ വെട്ടി നിർത്തി കൊന്ന് കലാപത്തിന് ശ്രമിച്ച കൊലപാതകിയുടെ പേരാണ് കാരായി രാജൻ. ആ കാരായി രാജനാണ് തലശ്ശേരിയിൽ മത്സരിക്കുന്നത്. കുറച്ചങ്ങോട്ട് പോയാൽ തളിപ്പറമ്പാണ്. ആ തളിപ്പറമ്പിൽ CPM-ന്റെ സ്ഥാനാർത്ഥി പേര് PK ശ്യാമള എന്നാണ്. ആരാണ് ശ്യാമള എന്ന് പറയുന്നത്? ഇവിടെ കുറെ ഗൾഫുകാരുണ്ടാവും. ഗൾഫിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടുവന്ന് നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് ഒരു ചെറുപ്പക്കാരൻ ആന്തൂരിൽ ഒരു ഓഡിറ്റോറിയം തുടങ്ങി. ആ ഓഡിറ്റോറിയത്തിന് അനുമതി കിട്ടാൻ മുനിസിപ്പാലിറ്റികളിലേക്ക് അയാൾ കയറി ചെന്നു. പേപ്പർ ഇല്ലെന്ന് പറഞ്ഞ് തന്റെ സ്ഥാപനം നടത്തിപ്പിക്കില്ല, തന്റെ സ്ഥാപനം ഓൺ ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് PK ശ്യാമളയുടെ നേതൃത്വത്തിൽ ആന്തൂരിലെ സാധനം എന്ന് പറയുന്ന പാവപ്പെട്ട പ്രവാസിയെ പ്രയാസപ്പെടുത്തിയപ്പോ അവസാനം അയാൾ ജീവിക്കാൻ നിർവാഹമില്ലാതെ ചെയ്തതെന്താണെന്നറിയോ? തൂങ്ങി അങ്ങ് മരിച്ചു കളഞ്ഞിട്ട് പറഞ്ഞു, ഇതാണ് മലയാള നാട്ടിലെ ഒരു പ്രവാസിയുടെ അവസ്ഥ എന്ന്. ആ കേസിന്റെ FIR-ൽ PK ശ്യാമളയുടെ പേരുണ്ട്. ആ PK ശ്യാമളയെ തളിപ്പറമ്പിലെ MLA സ്ഥാനാർത്ഥിയാക്കി നിർത്തുമ്പോ എന്ത് സന്ദേശമാണ് CPM കൊടുക്കുന്നത്? ധനരാജ് എന്ന് പറയുന്ന ഒരു DYFI-കാരനായ ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ രക്തസാക്ഷിയാക്കി. അപ്പൊ രക്തസാക്ഷിയായ നമ്മുടെ നാട്ടിലൊക്കെ പിരിവ് നടക്കും. CPM പിരിവ് നടത്തിയിട്ട് ഈ ധനരാജന്റെ വീട്ടിലേക്ക് 10 പൈസ കൊടുത്തില്ല. പകരം ഇത് പിരിച്ച CPM-ന്റെ നേതാവ് മധുസൂദനൻ ഈ പൈസ മൊത്തം എടുത്തു. അയാൾ CPM-ന്റെ മറ്റൊരു സ്ഥാനാർത്ഥിയാണ്. കള്ളന്മാരും കൊള്ളക്കാരും സ്ഥാനാർത്ഥികളാകുന്ന ഒരു സംവിധാനമായി CPM മാറുക. വേറെ ഒന്നും ഇവിടെ നടക്കുന്നില്ല. നിങ്ങൾ ആലോചിച്ചത് ഒരു വാർഡ് മെമ്പർ കട്ടുക, അയാൾ റോഡിന് വെച്ച പൈസ കട്ടു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഒരു അമ്മയുടെ കഴുത്തിലുള്ള മാല കട്ട് ഇവിടെ കൂത്തുപറമ്പിൽ ഒരു വാർഡ് മെമ്പർ, ഒരു കൗൺസിലർ. ഇതാണ് CPM-ന്റെ അവസ്ഥ. വെറും ഈ ഗുണ്ടായിസം പറയുന്ന മനുഷ്യരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സംവിധാനമായി ഇടതുപക്ഷം മാറുമ്പോൾ അവർക്കെതിരെ തിരിഞ്ഞു നിൽക്കുക, അവർക്കെതിരെയുള്ള ഒരു പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ എല്ലാവരും UDF വോട്ട് ചെയ്യുന്നൊക്കെ അറിയാം. ഇവിടെ നമ്മുടെ വോട്ടല്ല ഇവിടെ മുഖ്യം, നമ്മുടെ വോട്ട് നിർബന്ധം. ഇവിടെ ഇങ്ങനെ ആടി നിൽക്കുന്ന ആളുകളുണ്ട്. നമ്മൾ പറയും ബാലൻസ്